ആലപ്പുഴ SD കോളേജിൽ ഒന്നാം സെമസ്റ്റർ പരീക്ഷയിൽ ഗുരുതര വീഴ്ച. വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ മാറി നൽകി. കോളേജ് അധികൃതർ പിഴവിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി തടയുകയായിരുന്നു. റെഗുലർ വിദ്യാർത്ഥികൾക്ക് നൽകിയത് സപ്ലിമെൻ്ററി പരീക്ഷയുടെ ചോദ്യപേപ്പർ. പരീക്ഷാഫലം തടഞ്ഞു വെച്ചതോടെ SFI പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നങ്ങൾ? ജിംഷാദ് 4 വർഷ ബിരുദ കോഴ്സിനാണ് ആലപ്പുഴ SD കോളേജ് ഒന്നാം സെമസ്റ്റർ പരീക്ഷയിൽ ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ മാറി നൽകുകയാണ് ഉണ്ടായത്. ഇത് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. കോളേജ് അധികൃതരുടെ പിഴവിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം ഇപ്പോൾ യൂണിവേഴ്സിറ്റി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള സാധ്യതയും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുന്നില്ല. റെഗുലർ വിദ്യാർത്ഥികൾക്ക് നൽകിയത് സപ്ലിമെന്ററി പരീക്ഷയുടെ ചോദ്യപേപ്പർ ആയിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇത് നേരത്തെ കുട്ടികളുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. പക്ഷേ SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ശക്തമായ സമരം തുടങ്ങിയതോടെ പോലീസും വന്ന് മാധ്യമപ്രവർത്തകരൊക്കെ എത്തിയതോടുകൂടി പ്രിൻസിപ്പാളിന് സത്യാവസ്ഥ പറയേണ്ടി വന്നു. അപ്പോഴാണ് ചോദ്യപേപ്പർ മാറി എന്നുള്ള വിവരം അറിയുന്നത്. അതിന് മുൻപ് ഇത് വിദ്യാർത്ഥികളുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടന്നത്. സപ്ലിമെന്ററി എഴുതേണ്ടവർക്ക് റെഗുലർ ചോദ്യപേപ്പറുകളാണ് നൽകിയത്. പരീക്ഷാഫലം തടഞ്ഞു വെച്ചതോടെ കോളേജിലാണ് ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ കോളേജ് അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും ഒക്കെ തന്നെ ഒരു മീറ്റിംഗ് പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഇതിലൊരു തീരുമാനം ഉണ്ടാകും. എന്തായാലും കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച മറച്ചു വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അതുകൊണ്ടാണ് SFI ഇതിനെ എതിർത്തതല്ലേ? SFI എതിർത്തോടുകൂടിയാണ് ഈ സംഭവം പുറത്തു വരികയും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ ലഭിച്ചിരിക്കുന്ന കാര്യം. ഇത് കുട്ടികളുടെയൊക്കെ തന്നെ പരീക്ഷാഫലം തടഞ്ഞു വെച്ചിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ SFI ശക്തമായി സമരവുമായി രംഗത്ത് വന്നതോടുകൂടിയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായത്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചില അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ മാറി നൽകുന്നതിനെതിരെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഇപ്പോൾ പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും ഒക്കെ തന്നെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുന്നതിന് ശേഷമായിരിക്കും ഒരു തീരുമാനമുണ്ടാകുക. എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാകുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ.